നമ്മൾ കാലത്ത് തന്നെ കാലിക്കട്ട് പോകാനുള്ള പ്ലാനിലാണ്. നമ്മൾ ഓൾറെഡി റൂബർ കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ വിട്ടു തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക്. നമ്മൾ വന്ദേ ഭാരതൊക്കെ ബുക്ക് ചെയ്തിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ്റെ ഫാമിലി കാര്യങ്ങളൊക്കെ കോഴിക്കോടാണുള്ളത്. നമ്മൾ ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടായാലും അവിടേക്ക് പോയിട്ടില്ല. അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യാനുള്ളൊരു പ്ലാനിലാണ് നമ്മളവിടേക്ക് പോണത്. അതായത് നമ്മൾ ഇന്ന് പോയിട്ട് 2 ദിവസം നിൽക്കാനുള്ള പ്ലാനൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വന്ദേ ഭാരത് ബുക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഫസ്റ്റ് ടൈമാണ് നമ്മൾ വന്ദേ ഭാരത് കാണുന്നതും കയറണതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഭയങ്കര പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ വന്ദേ ഭാരതിൻ്റെ ഒരു സമയത്ത്. അപ്പോൾ നമ്മളങ്ങനെ വന്ദേ ഭാരതിൽ കയറി. ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്ത സീറ്റ് നമ്മൾ നോക്കിയെടുത്തു. നമ്മുടെ സീറ്റ് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. കോച്ച് നമ്പർ നോക്കി അങ്ങനെ കയറി. നല്ലൊരു ട്രെയിൻ തന്നെയായിരുന്നു. പുറമേ നിന്ന് കാണുമ്പോഴായാലും നീറ്റ്നെസ് ആയാലും ഭയങ്കരമായിട്ട് ഒരു ഇതായിരുന്നു. പിന്നെ എല്ലാ ടേബിളിലും നോക്കുമ്പോൾ പത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ന്യൂസ് പേപ്പർ കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമുക്കൊരു 5 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് TTR വന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. അത് നമുക്ക് ചായയും വെള്ളം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു കോഫിയും ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിരുന്നു. നമുക്ക് ഒരു ഹോട്ട് വാട്ടറും കാര്യങ്ങളൊക്കെ അതിൽ ചെയ്തെന്ന കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ പുറത്തത്തെ വ്യൂ നോക്കുമ്പോൾ നല്ലൊരു എയിം തന്നെയായിരുന്നു. പോക്കോട്ടിനാച്ച് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു പുറത്തേക്ക് കാര്യങ്ങളൊക്കെ കാണുമ്പോഴൊക്കെ. ഫസ്റ്റ് ടൈമാണല്ലോ ഇങ്ങനെ ഒരു ഇത് വരുന്നത് അവന്. അപ്പോൾ അതിൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ടച്ചാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. പോക്കോട്ടിനാച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. പുറത്ത് ട്രെയിനൊക്കെ പാസ് ചെയ്യുമ്പോൾ പോക്കോട്ടിന് ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് എത്തി. നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂറിലൂടെ എത്തി. കാരണം 5 മിനിറ്റ് ലേറ്റ് ആയിട്ടായിരുന്നു ട്രെയിൻ വന്നത്. പക്ഷേ നമ്മൾ ഓൺ ടൈമിലായിരുന്നു അവിടെ റീച്ച് ആയത്. അപ്പോൾ നമ്മുടെ പാപ്പൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങൾ പാപ്പനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് പാപ്പനെ ഫോൺ ചെയ്തപ്പോൾ പാപ്പൻ വന്നുകൊണ്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞത്. ഏകദേശം ഞങ്ങളൊരു 10-20 മിനിറ്റ് അവിടെ പോസ്റ്റായി. കുറച്ച് നേരം ഇങ്ങനെ നിന്നപ്പോൾ തന്നെ കുറേ ഓട്ടോക്കാരായാലും ഊബർ ടാക്സിക്കാരായാലും നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളോട് വണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ വണ്ടി വന്നതെന്ന് വെച്ചാൽ വെള്ളിമൂങ്ങിയാണ്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. വെള്ളിമൂങ്ങിൽ കയറി പോയി തുടങ്ങി. പക്ഷെ അതും ഒരു 3/4 മണിക്കൂർ നമുക്ക് യാത്രയുണ്ടായിരുന്നു. വളയമങ്ങാടി ഇവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പോക്കോട്ടിനാച്ച് ഭയങ്കരമായിട്ട് നോക്കി അവിടെ നിന്ന് കാണിച്ചു തന്നു. പിന്നെ ഉറങ്ങിപ്പോയി. അതിൽ ഞാനും ജസ്റ്റ് ഒന്ന് ഉറങ്ങി. പിന്നെ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മുടെ ലൊക്കേഷനിൽ. ചെത്തുകളുകളാണ് നമ്മൾ വന്നിട്ടുള്ളത്. പാപ്പൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ വന്നു. പാപ്പൻ്റെ വീട് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പൂക്കോട്ടിനാഞ്ച് വന്ന വഴി പിന്നെ പൂച്ചേനെയും കോഴിനെയൊക്കെ കണ്ടുകൊണ്ട് പിന്നെ അതിൻ്റെ പിന്നാലെ വിട്ടു. പിന്നെ കാലത്ത് തന്നെ നമ്മൾ ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നും കഴിച്ചു. പിന്നെ എല്ലാവരും ചെറിയ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഒരു ഊണ് കഴിക്കാൻ പറഞ്ഞ് നമ്മൾ ചെന്നപ്പോഴാണെങ്കിൽ നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതൊക്കെ ആയിരുന്നു. വേറൊരു ടേസ്റ്റ് തന്നെയായിരുന്നു. നമ്മൾ കോഴിക്കോട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഭക്ഷണം കഴിക്കണതൊക്കെ. പിന്നെ എല്ലാവരും വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഫാമിലി റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പൂക്കോട്ടം പിന്നെ ഓരോ കലാവിരുതൊക്കെ തുടങ്ങി. അവിടെ നിന്ന് കിട്ടിയ ഓരോ കയറൊക്കെ എടുത്ത് അരയിൽ കെട്ടി നടക്കണം. പിന്നെ നമ്മൾ വേറൊരു റിലേറ്റീവ് ഉണ്ടായിരുന്നു. അവർ അമ്മായിയാണ്. അവരുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അവരുടെ വീട്ടിലേക്ക് നാളെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് വരാമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ അവിടെ ഒരു എരുമയൊക്കെ ഉണ്ടായിരുന്നു. പൂക്കോട്ടിനാഞ്ച് എരുമേനെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചായയുടെ ടൈമായപ്പോൾ ഞങ്ങൾ ചായയും പിന്നെ ചിപ്സൊക്കെ കഴിച്ചു. പിന്നെ ചൂണ്ടാൻ പോകാമെന്ന് പറഞ്ഞ് നമ്മുടെ അളിയെ നമ്മൾ കൂട്ടിക്കൊണ്ടുപോവാണ്. അവനാച്ച പ്രൊഫഷണൽ സാധനങ്ങളൊക്കെ ആയിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അവന് അത്യാവശ്യം മീനൊക്കെ കിട്ടാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ പോവാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങി. നല്ലൊരു ഇത് തന്നെയായിരുന്നു നമുക്ക് കിട്ടിയത്. ആംബിയൻസൊക്കെ ഇപ്പോഴും നല്ലൊരു കുളവും പിന്നെ അവിടെ പുല്ലിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറേ നേരം പോക്കോട്ടിനൊക്കെ ഓടിക്കളിച്ചു. പിന്നെ പോക്കോട്ടിനാച്ച വെള്ളം കണ്ടു കഴിഞ്ഞാൽ കല്ലെടുത്ത് ഇട്ടണം. പിന്നെ അവൻ കുറച്ച് നേരം കല്ലിട്ട് കളിച്ച് പിന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങി. പിന്നെ അവൻ തന്നെ അവിടെ കുറേ ഒന്നും ചാടി കളിക്കലൊക്കെ ആയി. പിന്നെ നമുക്ക് തോന്നി അത് ഇത്തിരി പ്രശ്നമാകുന്നു. കാരണം പോക്കോട്ടിനാച്ച വെള്ളത്തിൽ ഇറങ്ങിയാണെങ്കിൽ കൺട്രോൾ ഉണ്ടാവാറില്ല. പിന്നെ അവൻ വെള്ളത്തിലിറങ്ങി ചാടലും ഇതൊക്കെ ആയപ്പോൾ പിന്നെ അവൻ്റെ വൈറ്റ് ട്രൗസർ ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കരമായിട്ട് ചെളിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് കുറച്ച് കഴുകി പിന്നെ നമ്മൾ അവനെ മേലെ കയറ്റി. പിന്നെ പോണ വഴിയിൽ ചെറിയൊരു കുഴി ഉണ്ടായിരുന്നു. അതിൽ ആമ്പലായിരുന്നു. അപ്പോൾ അതിലേക്ക് അവൻ ചാടാൻ നോക്കിയതാണ് കാണുന്നത്. നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി വേറൊരു പുഴയുടെ സൈഡ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ പുഴയുടെ സൈഡിലേക്ക് നടന്നപ്പോൾ പിന്നെ പോക്കോട്ടിനാണ് നമ്മൾ ലീഡ് ചെയ്യണത്. ഫസ്റ്റ് അവൻ തന്നെ ഓടാണ്. പിന്നെ അത് പുഴ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഇതായിരുന്നു. പക്ഷേ കറങ്ങിയ വെള്ളമായിരുന്നു. കാരണം തലേദിവസമൊക്കെ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് നേരം അവൻ ചെരുപ്പൊക്കെ ഇട്ട് കളിച്ച് നിന്ന് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചെരുപ്പ് മുക്കി തുടങ്ങിയവൻ. പിന്നെ നമ്മൾ വിചാരിച്ച് പോകാമെന്ന് പിന്നെ അവൻ നടന്നു. നമ്മൾ നേരെ പാപ്പൻ്റെ വീട്ടിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. വീണ്ടും പോക്കൂട്ടിനെ മേമ കൊണ്ടുപോയി. പോക്കൂട്ടിന് ഇപ്പോൾ ആര് പുറത്ത് പോയാലും അവരൊപ്പം പോലാണ്. അത് വീണ്ടും ചായ കുടി തന്നെയാണ്. പിന്നെ വീട് പണിയുടെ സ്ഥലത്തേക്കൊക്കെ പോക്കൂട്ടിനും മച്ചാച്ചനും കുട്ടിയൊക്കെ നടക്കുകയാണ്. പോക്കൂട്ടിനാച്ച് JCB കണ്ടിട്ട് അതിൻ്റെ അടുത്ത് ഓടലും പിന്നെ മണ്ണിൽ ഓടിക്കളിക്കലും അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ നമ്മൾ വേറൊരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ അവരുടെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് നമ്മളൊരു ചെണ്ടക്കൊട്ടിൻ്റെ ഇത് കണ്ടത്. പിള്ളേരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു പഴയ കാലം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അങ്ങനെ നമ്മൾ റിലേറ്റീവിനോടേക്ക് പോകുമ്പോൾ കുറച്ച് ചിപ്സും ഐറ്റംസൊക്കെ വാങ്ങി ഒരു ബേക്കറിയിൽ നിന്ന് പോകുന്ന വഴിയിൽ തന്നെ. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങി വണ്ടിയിൽ കയറി
പാപ്പനാഴ്ച പുറത്ത് നിൽക്കുകയാണ്. പിന്നെ ആളെ വിളിച്ച് കയറ്റി. പിന്നെ നമ്മൾ റിലേറ്റീവിൻ്റെ വീട്ടിൽ ഉള്ളിൽ കയറി. അവിടെ ആരും എനിക്ക് അറിയണതുണ്ടായിരുന്നില്ല. എന്നാലും നമ്മളെല്ലാവരും പരിചയപ്പെടലായിരുന്നു. ഫസ്റ്റ് ടൈം ആണല്ലോ നമ്മൾ പോണത്. അങ്ങനെ പൂക്കോട്ടനാഴ്ച അവിടെ നിന്ന് കിട്ടണതൊക്കെ വാരി കഴിക്കലാണ്. പൊരി കാര്യങ്ങളൊക്കെയാണ് പൂക്കോട്ടന് ഇഷ്ടമുണ്ടായിരുന്നത്. പിന്നെ മിച്ചറിലെ കടല അതൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ പൂക്കോട്ടൻ എരി എരി എന്ന് പറഞ്ഞ് നടന്നു തുടങ്ങി. പിന്നെ നമ്മൾ അവരോടൊക്കെ ഒരു വായി പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നേരെ പാപ്പൻ്റെ വീട്ടിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു. പിന്നെ നമ്മൾ വെള്ളിമൂങ്ങൽ തന്നെ നമ്മുടെ മെയിൻ വണ്ടി ഇവിടുത്തെ വെള്ളിമൂങ്ങയാണ്. അപ്പോൾ എല്ലാവരും കയറി. പിന്നെ ഇന്നത്തെ ചുറ്റിക്കറങ്ങലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭയങ്കര ടയേർഡായി. പിന്നെ നമ്മൾ പൂക്കോട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞിട്ട് പൂക്കോട്ടൻ വലിക്കുകയാണ്. പൂക്കോട്ടിന് എപ്പോഴാണെങ്കിൽ പോവാന്നാണ്. ബാക്കി വീഡിയോ ഇനി നമ്മൾ